ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ജോർദാനിലെ ഇറാൻ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് US നടപടി. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം തുടച്ചു നീക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, അമേരിക്ക ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്നു. ഇപ്പോഴിതാ 2 സൈനികർ കൂടി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും കൂടുതൽ ആക്രമണം രൂക്ഷമാകുമെന്ന് വേണോ കരുതാൻ? അനുശ്രീ, സ്ഥിതി വഷളാകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 4 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജോർദാനിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിലാണ് ഈ 2 സൈനികർ കൊല്ലപ്പെട്ടത്. 2 പേരുടെ പേര് ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. സെൻട്രൽ കമാൻഡ് പക്ഷേ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനികരുടെ കുടുംബാംഗങ്ങളെ ഈ വിവരം അറിയിച്ച ശേഷം പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്ക ഇതിനുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. നേരത്തെ തന്നെ ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പലുകൾ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ പിൻവലിച്ചതാണ്. ഇപ്പോൾ സൈനിക നീക്കത്തിലേക്ക് അമേരിക്ക പോകുന്നു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണമുണ്ട്. നേരത്തെ തെക്കൻ കേന്ദ്രങ്ങളിലേക്കാണ്, ഇറാന്റെ തെക്ക് ഭാഗത്താണ് ആക്രമണമെങ്കിൽ ഇപ്പോൾ വടക്ക് ഭാഗത്തു കൂടി അമേരിക്കയുടെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 40 ഇടങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. നേരത്തെ ഈ ആണവോർജ്ജ കേന്ദ്രങ്ങൾ, പാലം, റോഡുകൾ ഒക്കെ ആയിരുന്നു ആക്രമിച്ചതെങ്കിൽ ഇപ്പോൾ സിവിലിയൻസിന് കൂടി പരിക്കേൽക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ ആക്രമണം മാറിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ ആകട്ടെ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നിലപാടിലേക്കാണ്. ആയത്തുള്ള ഖമേനിയുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം മുസ്തഫ ഖമേനി, ഇപ്പോഴുള്ള പരമാധികാരിയാണ് അദ്ദേഹം, അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് തുടച്ചു നിൽക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. അമേരിക്കയ്ക്കെതിരെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഖമേനി പറഞ്ഞിരുന്നു. മുസ്തഫയുടെ വാക്കുകൾ അങ്ങനെ ആയിരുന്നു. അതിന് പിന്നാലെയാണ് തുടർച്ചയായി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടവും രാഷ്ട്രീയമായി അവർക്ക് മോശമായ സാഹചര്യത്തിലേക്ക് പോകുന്ന നിലയുമുണ്ട്. കാരണം ഹോർമൂസിൽ മറ്റൊരു പാത ഒമാൻ തുറന്നതാണ് അവരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഹോർമൂസിൽ വലിയ അപ്രമാദിത്വം ഇറാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒമാൻ തീരത്തുകൂടി 2 പുതിയ പാതകൾ തുറക്കുകയും കപ്പലുകൾ ആ വഴി സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇറാൻ്റെ തീരത്തേക്ക് കപ്പലുകൾ എത്തുന്ന നിലയുണ്ടാകില്ല. അവർ ചുങ്കപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇങ്ങനെ ഹോർമൂസിൽ അമേരിക്ക പിടിമുറുക്കുകയാണ്. അവിടെ 20% ചുങ്കം അമേരിക്ക പിരിക്കാനും തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് GCC രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ GCC രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്ക കടുപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കാരണം നിരന്തരമായി കുവൈറ്റിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ബഹ്റൈനിലേക്കും UAE-യിലേക്കും ഒക്കെ തന്നെ ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇത് വലിയ സാമ്പത്തിക നഷ്ടം അവർക്ക് വരുത്തുകയാണ്. ആയുധമായി ബന്ധപ്പെട്ട ആയുധശേഷിയിൽ കുറവ് വരുത്തുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം പ്രതിരോധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട നിലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോകുന്നു. മാത്രമല്ല, എണ്ണയുടെ കയറ്റുമതി വലിയ തോതിൽ കുറയുന്നുണ്ട്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. എണ്ണവില വല്ലാതെ ഉയരുകയും ഈ സഞ്ചാരം, ഹോർമൂസിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്തതോടുകൂടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും വലിയ ആശങ്കയുണ്ട്. കാരണം എണ്ണവില കുതിച്ചുയരുകയാണ്. ഒരു ഘട്ടത്തിൽ $70 താഴെ ബാരലിന് ഉണ്ടായിരുന്നത് ക്രൂഡ് ഓയിലിന് ഇപ്പോൾ വലിയ തോതിൽ ഉയരുന്നുണ്ട്. 90-നടുത്ത് എത്തുന്ന ഒരു നിലയുണ്ടായി. നേരത്തെ ഏതാണ്ട് 115 വരെ 120 വരെയൊക്കെ തന്നെ യുദ്ധസമയത്ത് അങ്ങനെ എണ്ണവില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഈ സമവായ ചർച്ചകൾ, അതിനുള്ള സാധ്യത പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു രാജ്യങ്ങളും ഈ മധ്യസ്ഥ ചർച്ചയുമായി മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഇതിൽ മുൻകൈ എടുത്തിരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാം, അവിടെ ബലൂജ് പോരാളികൾ അവർ വിമത രാജ്യം പ്രഖ്യാപിക്കുകയും പ്രത്യേക കറൻസി ഇറക്കുകയും അവിടെ അവരുടെ ദേശീയഗാനവും പതാകയും എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാനിൽ വലിയ അന്തഃഛിദ്രം നടക്കുന്നു. POKയിൽ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അവിടെയുള്ള ജനങ്ങളും പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ച നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ട ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് 60 ദിവസത്തെ ഒരു സമാധാന കരാറിലേക്ക്, അത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. പക്ഷേ ആ കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രകോപനം ഈ രാജ്യങ്ങൾ, ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ തന്നെ പ്രകോപനം പരസ്പരം സൃഷ്ടിക്കുകയും ഈ കരാറിന് ഒരു വിലയുമില്ലാത്ത നിലയിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത വിദൂരമാണ്. ഒമാനോ ഖത്തറോ നേരത്തെ
ഇടപെട്ട രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെടുന്നതിന് തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് വലിയ പോരാട്ടത്തിലേക്ക് പോകും, ഏറ്റുമുട്ടലിലേക്ക് പോകും. ഇറാൻ്റെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അവരെ സംബന്ധിച്ച് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്ക പിന്മാറുക എന്നതാണ്. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാണെന്ന് തോന്നുന്നില്ല. ഈ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതോടുകൂടി അമേരിക്കയിൽ നേരത്തെ ട്രംപിനെതിരെ ചില വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുൾപ്പെടെ എതിർപ്പുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല സ്ഥിതി. ഇങ്ങനെ 16 സൈനികരാണ്, അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ 2 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടി ട്രംപിനും അമേരിക്കയിൽ നിന്നുള്ള പിന്തുണ ഏറുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തും. അനുശ്രീ, വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ മങ്ങിത്തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായി തുടച്ചു നീക്കുമെന്ന് ഇറാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ആക്രമണത്തിനൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെ വേണ്ടേ നമ്മൾ കരുതാൻ? ഇറാന്റെ ആക്രമണം തുടർച്ചയായി സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. കാരണം അമേരിക്കയ്ക്ക് ഇങ്ങനെ സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തതിൻ്റെ പേരിലാണ് ഗൾഫ് രാജ്യങ്ങളെ തുടരെ ആക്രമിക്കുന്നത്. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്നും തൊഴിൽ തേടി ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന നിലയിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. പലപ്പോഴും സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ അത് ജനവാസ മേഖലകളിലേക്ക് മാറിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പോൾ ജോർദാനിൽ ഉണ്ടായ ആക്രമണം അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അവിടെ ഈ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത് വഴിയാണ് 2 സൈനികർ കൊല്ലപ്പെട്ടത്. 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ആളുകൾ പ്രവേശിച്ചതായി സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണ കുറിപ്പ് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് 2 സൈനികരുടെ കാര്യങ്ങൾ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇങ്ങനെ 16 സൈനികർ കൊല്ലപ്പെടുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ മിണ്ടാതിരിക്കുമെന്ന് കരുതുക വയ്യ. തീർച്ചയായും ഹോർമൂസാണ് അവരുടെ ലക്ഷ്യം. ഇറാനെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ തന്നെ ആഭ്യന്തര കലാപമാണ് അമേരിക്ക പ്രതീക്ഷിച്ചത്. ആയത്തുള്ള അലി ഖമേനിയുടെ മരണശേഷം അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അവിടെ ഈ സർക്കാർ അട്ടിമറിക്കപ്പെടുമെന്നും കരുതിയിരുന്നു. നെതന്യാഹുവിൻ്റെ ആദ്യത്തെ വാർത്താക്കുറിപ്പ് തന്നെ അങ്ങനെ ആയിരുന്നു. ഇസ്രായേൽ പ്രതീക്ഷിച്ചത് അങ്ങനെ തന്നെയാണ്. അവരുടെ വാക്കുകൾ, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? നിങ്ങൾക്കതാ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം തുറന്നു കിട്ടിയിരിക്കുന്നു, നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങൂ എന്ന ഒരു പ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. പക്ഷേ അവിടെ സംഭവിച്ചത് ഇറാൻ ജനത ഒന്നാകെ ഈ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ആ ഭരണകൂടത്തിൽ തന്നെ, അല്ലെങ്കിൽ തലപ്പത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായ ചില വിവരങ്ങൾ വന്നു. അത് പ്രത്യേകിച്ച് ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാൻ, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി തുടങ്ങിയവർ അമേരിക്കൻ താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊരു വികാരമുണ്ടാകുകയും ജനങ്ങൾ ഇവർക്കെതിരെ തെരുവിലിറങ്ങുകയും ഇവരെ വധിക്കണമെന്ന ആവശ്യം പോലും ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവിടെയാണ് മുസ്തഫയുടെ ഇടപെടലുണ്ടാകുന്നത്. മുസ്തഫ ഒളിവിലാണ്, എവിടെയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താക്കുറിപ്പുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയെ ഇല്ലാതാക്കുക, അമേരിക്കയെ തുടച്ചു നീക്കുക തുടങ്ങിയ പ്രസ്താവനകളാണ് മുസ്തഫയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായും ഇറാൻ്റെ ജനത ആ വാക്കുകളെ മുഖവിലിക്കെടുക്കുകയും അവർ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇത് വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അനുശ്രീ, വിനോദ്, ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചർച്ചകൾക്കുള്ള സാധ്യതകളൊക്കെ മങ്ങുന്ന സാഹചര്യം. അങ്ങനെയെങ്കിൽ ഇനി ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒരു പോംവഴി എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇവിടെയാണ് ഈ സമവായ ചർച്ചകളുടെ സാധ്യത. അത് പക്ഷേ പൂർണ്ണമായും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു രാജ്യങ്ങളും ഇപ്പോൾ മുന്നിട്ട് വരുന്നില്ല. കാരണം സ്വിറ്റ്സർലാൻഡിൽ ആദ്യം ഇസ്ലാമാബാദ് ചർച്ച നടക്കുന്നു, പിന്നീട് സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇങ്ങനെ ഒരു സമാധാന കരാർ ഒപ്പിടുന്നു. 60 ദിവസത്തെ വെടിനിർത്തലാണ്. അതിന് ഉള്ളിൽ ധാരണയുണ്ടാക്കാം, മറ്റൊരു അന്തിമമായ കരാറിലേക്ക് പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ വീണ്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലബനനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ഇതോടുകൂടി ഇറാൻ തിരിച്ചടിക്കുന്നു. ഗൾഫിലെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അമേരിക്ക തിരിച്ച് ആക്രമിക്കുന്നു. ഹോർമൂസ് വളരെ പെട്ടെന്ന് തന്നെ അടയ്ക്കുകയും ചെയ്യുന്നു. കാരണം ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് വളരെ സുഗമമായി നടന്നാൽ മാത്രമേ പല രാജ്യങ്ങൾക്കും ഈ ഇന്ധന പ്രതിസന്ധി ഒഴിഞ്ഞു കിട്ടൂ. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രതിസന്ധിയുണ്ട്. ലോകത്താകമാനം വേണ്ട എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ്
വഴിയാണ്. അത് അടയ്ക്കുക എന്നത് തന്നെയാണ് ഈ വജ്രായുധമായി ഇരു രാജ്യങ്ങളും കാണുന്നത്. അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ തുറപ്പുചിട്ട് ഇറാനെ സംബന്ധിച്ച് ഹോർമൂസ് അടയ്ക്കുക എന്നതാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല അവർ ഈ ഹൂതികളുമായി ചേർന്നുകൊണ്ട് ചെങ്കടൽ അടച്ചുകൊണ്ട് അങ്ങനെ സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതവും തടയുന്നതിന് വേണ്ടി, കപ്പലുകളുടെ സഞ്ചാരം തടയുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളടക്കം പോകുന്ന നിലയുണ്ടാകും. അതുവഴിയുള്ള ചരക്ക് നീക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അവിടെയാണ് ഈ നാറ്റോയുടെ പിന്തുണ ഇപ്പോൾ US കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നാറ്റോ കഴിഞ്ഞ ദിവസം യോഗം ചേരുകയും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഹംഷഹരി പോലുള്ള ഇറാൻ മാധ്യമങ്ങൾ 13 ലോക നേതാക്കളുടെ, അതായത് ഇറാനെതിരെ നിൽക്കുന്ന 13 ലോക നേതാക്കളുടെ പേര് വിവരം പുറത്തുവിട്ടത്, വധിക്കേണ്ട ആളുകളുടെ പട്ടിക പുറത്തുവിട്ടത്. അവിടെ അമേരിക്കൻ സെനറ്റർ, റിപ്പബ്ലിക്കൻ സെനറ്റർ കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കൊലപാതകമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. കാരണം ട്രംപുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ മരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിഷം ചെന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പിന്നീട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷേ മരണകാരണം സംബന്ധിച്ച് ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വിശദീകരണം വന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുണ്ടായ തകരാറാണ് എന്ന ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ട്രംപ് പറഞ്ഞത് തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ 1000 മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇറാനിലേക്ക് അയക്കാൻ എന്നതാണ്. അതായത് ട്രംപ് പോലും ഭയപ്പെടുന്ന നിലയിലേക്ക് ഈ മരണം മാറി എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. പലപ്പോഴും ട്രംപിൻ്റെ അനുയായികൾ കൊല്ലപ്പെടുന്ന, ക്രിക്കിനെ പോലുള്ള ആളുകൾ, ഒരുപക്ഷെ അത് അമേരിക്കയിൽ തന്നെ നടന്ന കൊലപാതകമാണ്, അവിടെയുള്ള പൗരൻ തന്നെയാണ് അങ്ങനെ വധിച്ചതെങ്കിൽ പോലും പലപ്പോഴും ട്രംപിൻ്റെ അനുയായികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ട്രംപ് ഭയന്നോ എന്ന ഒരു ചോദ്യം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും മധ്യസ്ഥ ചർച്ചകൾക്കുള്ള സാധ്യതകളെല്ലാം അടഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ വലിയ അന്തഃഛിദ്രം നടക്കുകയാണ്. പാകിസ്ഥാനാണ് ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയത്. പക്ഷേ അവരുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നം നടക്കുമ്പോൾ അവർക്ക് ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.